ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ പുറത്ത് ഇങ്ങനെയായിരുന്നു കേട്ടോ. നല്ല ഫോഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ സമയം 6 മണിയാകുമ്പോൾ പോകുന്നു. അപ്പോൾ റോട്ടിലൊക്കെ ആണെങ്കിലും അത്യാവശ്യം ഫോഗ് ഉള്ളത് കൊണ്ട് ഇപ്പോൾ കാണുകയൊക്കെ ചെയ്യാം. കഴിഞ്ഞ ദിവസത്തേക്കാളും കുറവുണ്ട്. അപ്പം നല്ല തണുപ്പുണ്ട്. ഇന്നിപ്പം 10 ഡിഗ്രി സെൽഷ്യസ് എന്തോ ആണ്. അപ്പോൾ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ റോഡെത്താൻ കുറച്ചേ ഉള്ളൂ. ഇവിടുന്ന് അത്യാവശ്യം കുറച്ച് ദൂരമേ ഉള്ളൂ ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ കണ്ടില്ലേ, റോഡിലൊക്കെ നോക്കാൻ നല്ല മഞ്ഞാണ്. അയ്യോ, തണുക്കണം നിങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ. അപ്പം ഞാൻ ഹോസ്പിറ്റലിലെത്തി. കണ്ടില്ലേ, മഴത്തുള്ളികൾ പോലെ ഇങ്ങനെ വീണെടുക്കുകയാണ്. അപ്പോൾ ഇനി പഞ്ച് ചെയ്യണം. പഞ്ച് ചെയ്തിട്ട് ഇനി കയറുവാണ് കേട്ടോ. 6 മണിയായി, ഞാൻ വീട്ടിൽ കയറി. അപ്പോൾ ഇനി ചെന്ന് ഓവറൊക്കെ എടുക്കട്ടെ. കണ്ടില്ലേ, ഇത് 7 മണിയായപ്പോൾ ഞാനാണെങ്കിൽ ഇഞ്ചക്ഷൻ കൊടുക്കാൻ വേണ്ടി വന്ന സമയത്ത് എടുത്ത വീഡിയോ ആണ് കേട്ടോ. നല്ല തണുപ്പ് ഇപ്പോഴും, ഫോഗ് മാറിയിട്ടില്ല, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത് ഇവിടുന്ന് ദീദിമാർ തന്നാട്ടോ. എൻ്റെ പേരെനിക്കറിയില്ല, ഞാൻ ചോദിച്ചാൽ ഞാൻ മറന്നുപോയി. കണ്ടില്ലേ, ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിട്ടോ. നല്ല രസം ആകാശം കാണാൻ, എന്ത് ഭംഗിയാന്നൊക്കെ. ഫോഗൊക്കെ മാറി ക്ലിയറായി. ഇന്ന് കുറച്ച് വെയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കാരണം കുറേ ദിവസം കൂടിയാണ് ഇന്നത് നല്ല വെയിൽ കിട്ടുന്നത്. അപ്പോൾ കണ്ടില്ലേ, പാർട്ടികൾക്ക് ഭംഗിയാന്നൊക്കെ. ഞാനിവിടുന്ന് റോസ് പറിച്ചതാണ്. പിന്നെ ഇന്ന് പാർക്കിൽ പോകാൻ പറ്റിയൊന്ന് പോകണം. കാരണം നല്ല ഭംഗി, എന്ത് രസമാണെന്നൊക്കെ. ഈ വെയിലത്ത് അവിടെ പോയിരിക്കാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. കാരണം നല്ല തണുപ്പും അതുപോലെ ചെറിയ ചൂടും. അപ്പോൾ അങ്ങനെ ഇന്ന് രാവിലെ പോയ വഴിയാണ് കേട്ടോ. വന്നപ്പോൾ നല്ല ക്ലിയറാന്നൊക്കെയേ. പിന്നെ ഇനി ഇതുണ്ടോ, ഞാനാണെങ്കിൽ ഇവരുടെ ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ വന്നേ. ഇവരുണ്ടായിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഇവരെ കാണാൻ വന്നില്ലായിരുന്നു ഞാൻ. അപ്പോൾ ഇതിൻ്റെ കുഞ്ഞുങ്ങളല്ല കേട്ടോ, വേറെ ഇതിൻ്റെ കുഞ്ഞുങ്ങളാണ്. നല്ല രസമുണ്ടല്ലേ. ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് ഇനി കാണാതെ പോയി. 4 എണ്ണം ഉള്ളൂ ഇനിയിപ്പോൾ. നല്ല രസം കാണാൻ വേണ്ടിയിട്ട്. അയ്യോടാ, പാവങ്ങൾ തണുക്കുന്നുണ്ടാവും. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ വീടിൻ്റെ സൈഡിൽ കിടക്കുന്നതാണ്. അത് കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പം 4 മണിയായി. ഇപ്പം ഉരുളക്കിഴങ്ങാണ് കറി ഉണ്ടാക്കിയത്. കണ്ടില്ലേ, 4 മണിയാകാൻ പോകുമായിരുന്നു. പിന്നെ കുറച്ച് സാധനങ്ങൾ ബ്ലിങ്കിറ്റിൽ നിന്ന് വാങ്ങി. കാരണം എനിക്ക് പുറത്ത് പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നല്ല ക്യാരറ്റ് വാങ്ങിയായിരുന്നു. ഇവിടെ ക്യാരറ്റിൻ്റെ സമയമായതുകൊണ്ട് നല്ല ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാൻ വേണ്ടി ക്യാരറ്റ് വാങ്ങിയതാണ്. പിന്നെ ഒരു ചെറിയ ചായ കുടിച്ചു കേട്ടോ. മാഗി ഉണ്ടാക്കി. ഇത് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നതാണ്, രാമൻ. ഇത് ഞാൻ അതിനകത്ത് കണ്ടപ്പോൾ ഓർഡർ ചെയ്തതാണ്. പക്ഷേ ഇതിൻ്റെ സ്മെല്ല് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ടേസ്റ്റ് വൈസ് ഓക്കെ. അപ്പോൾ അങ്ങനെ അതും കഴിച്ചു. ഇനി അടുത്ത പരിപാടി ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാരറ്റൊക്കെ ഞാൻ അരിഞ്ഞ് നമ്മുടെ ഹൽവ തയ്യാറായിക്കൊണ്ടിരിക്കണം കേട്ടോ. നന്നായിട്ട് സമയം എടുക്കും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് വലിയ കാര്യമായിട്ട് അറിയത്തൊന്നുമില്ല, പക്ഷേ ഞാൻ എൻ്റേതായ രീതിയിൽ ഉണ്ടാക്കി. അപ്പോൾ ഇതാണ്